നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ഡോക്ടർ മാത്യൂസ് മാർ അത്തനേഷ്യസ് മെമ്മോറിയൽ ഗോസ്പൽ ടീം സമ്പൂർണ്ണ ജൂബിലിയുടെ ഭാഗമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ട വചനയാനം യാത്രയ്ക്ക് അനുഗ്രഹീത സമാപനം. സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരുവല്ല പുലാത്തീനിൽ ഒരുക്കിയ സ്വീകരണ സമ്മേളനം ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. വെല്ലുവിളികളുടെ മധ്യത്തിലും സ്നേഹത്തിലധിഷ്ഠിതമായ സുവിശേഷത്തിന്റെ സന്ദേശം ഭാരതഭൂമിയിൽ പങ്കിടുവാൻ പ്രേക്ഷിതർക്ക് സാധിക്കണമെന്ന് മെത്രാപ്പോലിത്ത ഓർപ്പിച്ചു. ജനത്തിന്റെ കരച്ചിൽ കേൾക്കുന്ന ദൈവത്തെ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നു. ദൈവശബ്ദം കേട്ട് പ്രതികരിക്കുന്നവരാകണമെന്നും മെത്രാപ്പോലിത്ത ഉത്ബോധിപ്പിച്ചു. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ ആമുഖ പ്രസംഗം നിർവഹിച്ചു. 2024 ജൂലൈ 3 സെന്റ് തോമസ് ദിനത്തിൽ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ ഗോസ്പൽ ടീം ഡയറക്ടർ റവറൻ സുനിൽ എ ജോണിന് കൈമാറിയ വചനയാനം പതാക ഭാരത പര്യടനം പൂർത്തിയാക്കിയ ടീം മെത്രാപ്പോലിത്തയെ തിരികെ ഏൽപ്പിച്ചു. മാർത്തോമ സഭ സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സംഘം സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, സന്നദ്ധ സുവിശേഷക സംഘം ജനറൽ സെക്രട്ടറി റവറൻ പി സി ജെയിംസ്, സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, സേവിയ സംഘം ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ്, യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറൻ ബിനോയ് ഡാനിയേൽ, മെത്രാപ്പോലിത്തൻ സെക്രട്ടറി റവറൻ കെ ഇ ഗീവർഗീസ്, സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റവറൻ ബിജു സാം ചെമ്പകത്തിൽ, സാം ജേക്കബ്, ടിജു എം ജോർജ് എന്നിവർ നേതൃത്വം നൽകി. യാത്രാ അംഗങ്ങളായ റവറൻ സുനിൽ എ ജോൺ, തോമസ് ഉമ്മൻ, അനീഷ് പി ചാക്കോ, മോൻസി കാരയ്ക്കൽ, സന്തോഷ് കങ്ങഴ എന്നിവർക്ക് പൂച്ചെടികൾ നൽകിയും ഷാൾ അണിയിച്ചും ആദരിച്ചു. കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ 1 വർഷം നീണ്ട വചനയാനം 200-ൽ പരം കേന്ദ്രങ്ങളിൽ സുവിശേഷ സമ്മേളനങ്ങൾ ഒരുക്കി. ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ധ്യാനത്തോടു കൂടി ഇരിക്കുന്നതിനായിട്ടും ദൈവശബ്ദം കേൾക്കുന്നതിനായിട്ടും ആ കേൾക്കുന്ന വചനത്തിനനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ടും ഒക്കെ ഇടയായിട്ട് തീരുക എന്നതിന് കരണീയമായിട്ടുള്ളത്. മാർത്തോമ സഭ വികസന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വികസന വാരാചരണത്തിന് തുടക്കമായി. ജൂലൈ 20-നാണ് വികസന ഞായർ. ചൂഷണത്തിന്റെയും പ്രകൃതി നശീകരണത്തിന്റെയും അനീതിയുടെയും കെട്ടുപാടുകളിൽ വീണുപോയവരെ ചേർത്ത് നിർത്തുകയും ജീവനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയാണ് വികസന സംഘങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് മാർത്തോമ സഭ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസിഡന്റ് ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത ഇടവകൾക്ക് അയച്ച സർക്കുലറിലൂടെ ആഹ്വാനം ചെയ്തു. ദരിദ്രരുടെയും പിന്തള്ളപ്പെട്ടവരുടെയും എണ്ണം അനുദിനം വർദ്ധിക്കുന്ന ഈ പ്രതിഭാസം തടയുന്നതിനും ബദൽ സംവിധാനം പ്രാദേശിക തലത്തിൽ ഒരുക്കുന്നതിനും ശ്രമിക്കണമെന്ന് സഫ്രഗൻ മെത്രാപ്പോലിത്ത ഓർമ്മിപ്പിച്ചു. വാരാചരണ ചിന്താവിഷയമായ സുസ്ഥിര വികസനം പ്രാദേശിക തലത്തിൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഭദ്രാസന സെന്റർ ശാഖാതലങ്ങളിൽ സെമിനാറുകളും വിവിധ പരിപാടികളും സംഘടിപ്പിച്ച് വരുന്നു. വികസന സംഘത്തിന്റെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം 19-ന് ശനിയാഴ്ച വൈകുന്നേരം 4-ന് ഇരവിപേരൂർ ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത നിർവഹിക്കും. വികസന സംഘം പ്രസിഡന്റ് ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിക്കും. പ്ലാനിംഗ് ബോർഡ് മെമ്പർ പ്രൊഫസർ ഡോക്ടർ വർഗീസ് ജോർജ് മുഖ്യ സന്ദേശം നൽകും. വെരി റവറൻ മാത്യു ജോൺ, വികസന സംഘം ജനറൽ സെക്രട്ടറി റവറൻ ഷിബു സാമുവൽ, വൈസ് പ്രസിഡന്റ് മോഡി പി ജോർജ് പത്തിയൂർ, ട്രഷറർ അഡ്വക്കേറ്റ് ബിനു വി ഈപ്പൻ, റവറൻ ജോസഫ് ജോണി, സജു മാത്യു എന്നിവർ പ്രസംഗിക്കും. അമിതമായ രാഷ്ട്രീയ ഇടപെടലുകൾ സർവകലാശാലകളുടെ മഹത്വവും നിലവാരവും നശിപ്പിക്കുന്നതായി മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത പറഞ്ഞു. ഭദ്രാസന വാർഷിക അസംബ്ലിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം.
PSC റാങ്ക് ലിസ്റ്റ് മറികടന്ന് നടത്തുന്ന പുറംവാതിൽ നിയമനങ്ങളും പരീക്ഷാ ക്രമക്കേടുകളും പെരുകുന്ന ആക്രമണങ്ങളും തൊഴിൽ സാധ്യതകളുടെ പര്യാപ്തതയും യുവജനങ്ങൾ നാടുവിടുന്നതിന് കാരണമാകുന്നു. ഇതിന് പരിഹാരം കണ്ടെത്താൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളും തെരുവ് നായ ആക്രമണങ്ങളും തടയുവാനും പരിഹരിക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. ഭദ്രാസന സെക്രട്ടറി റവൻ തോമസ് കോശി പനച്ചിമൂട്ടിൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭദ്രാസന ട്രഷറർ അനു ഫിലിപ്പ് 2025-26 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കേരള സർക്കാരുമായി സഹകരിച്ച് റാന്നി മന്ദിരം ജംഗ്ഷനിൽ വിനോദ വിശ്രമ കായിക ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിനായി 15 സെന്റ് ഭൂമി സർക്കാരിന് വിട്ടു നൽകുവാൻ യോഗം തീരുമാനിച്ചു. മൈലപ്രായ്ക്ക് സമീപം ചീങ്കൽ തടത്തിൽ വാങ്ങിയ സ്ഥലത്ത് ധ്യാനാശ്രമവും മുതിർന്ന പൗരന്മാർക്കുള്ള പരിചരണ കേന്ദ്രവും സ്ഥാപിക്കുന്നതിനും 5 കുഴിയിൽ മാനസിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പണികൾ ആരംഭിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. യുവജന ശാക്തീകരണം, തരിശുഭൂമി കൃഷി, ഗ്രാമവികസനം, വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം, ആദിവാസികൾക്കായി കനിവ് പാർപ്പിട പദ്ധതി, ഭവന പുനരുദ്ധാരണ പദ്ധതി, മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി പദ്ധതികൾക്കായി ബഡ്ജറ്റിൽ തുക വകകൊള്ളിച്ചു. റവറൻ ജോസഫ് ഉമ്മൻ ധ്യാന പ്രസംഗം നടത്തി. ആരാധനയ്ക്ക് റവറൻ ജോയിഷ് പാപ്പച്ചൻ, ലിജിൻ കെ ജോസഫ്, മാത്യൂസൻ പി തോമസ്, ആനി പി എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിദ്യാഭ്യാസ, കായിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലും സൺഡേ സ്കൂൾ രംഗത്തും പുരസ്കാരങ്ങൾ നേടിയവരെ യോഗം ആദരിച്ചു. മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത അവാർഡുകൾ വിതരണം ചെയ്തു. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാറ്റ മെമ്മോറിയൽ സെന്ററിൽ നിന്നും മാർത്തോമ മെഡിക്കൽ മിഷന് ലഭിച്ച ആംബുലൻസുകൾ കുമ്പനാട് മാർ ക്രിസോസ്റ്റം ഫെലോഷിപ്പ് മിഷൻ ആശുപത്രിക്കും ഹരിപ്പാട് കാവൽ ചാരിറ്റബിൾ സൊസൈറ്റിക്കും കൈമാറി. ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത, ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത എന്നിവർ ആശീർവദിച്ചു. വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, വെരി റവറൻ KM മാമൻ, സഭാ കൗൺസിൽ അംഗം റവറൻ ഡോക്ടർ ഡാനിയൽ മാമൻ, മാർത്തോമ മെഡിക്കൽ മിഷൻ സെക്രട്ടറി റവൻ ഷിബു സാമുവേൽ, കുമ്പനാട് ഫെലോഷിപ്പ് മിഷൻ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ റവറൻ തോമസ് ജോൺ, കാവൽ ഡയറക്ടർ റവറൻ ഷിബു തോമസ് സ്കറിയ, റവറൻ ജോസഫ് ജോണി, റവറൻ ജോബിൻ ജോസ്, ഫെലോഷിപ്പ് മിഷൻ ആശുപത്രി ട്രഷറർ ജോർജ് വി സക്കറിയ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പായും മുംബൈ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ പങ്കജ് ചതുർവേദിയും കൂടിക്കാഴ്ച നടത്തി. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലും മുംബൈ ഭദ്രാസനവും ആതുര ശുശ്രൂഷ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഭദ്രാസന വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ്, റവറൻ ജെലിൻ എബ്രഹാം, ഡോക്ടർ ജോൺ മാത്യു, സാബു ഡാനിയേൽ, ജോൺസൺ ലൂക്കോസ് എന്നിവർ ഒപ്പം ഉണ്ടായിരുന്നു. അവകാശങ്ങളെക്കുറിച്ച് മാത്രം ശബ്ദിക്കാതെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൂടി ബോധ്യമുള്ളവരായിരിക്കണമെന്ന് മാവേലിക്കര ഉമ്പൻനാട് സിദ്ധ ആശ്രമം മഠാധിപതി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി പറഞ്ഞു. റാന്നി ഇടക്കുളം മാർത്തോമ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ പുതിയ അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രിൻസിപ്പൽ ഡോക്ടർ മിന്നി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഭദ്രാസന സെക്രട്ടറി റവൻ തോമസ് കോശി പനച്ചിമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, പ്രൊഫസർ മേജർ MG വർഗീസ്, ഡോക്ടർ ഷീല കെ ഷാനി, ഡോക്ടർ KK ബിന്ദുമോൾ, ഡോക്ടർ വർഗീസ് പീറ്റർ, സിസ്റ്റർ ലിനു സെബാസ്റ്റ്യൻ, അനഘ ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസന ബെസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ 2025-26 വർഷത്തിലെ പ്രവർത്തന ഉദ്ഘാടനം ആനപ്രാമ്പൽ മാർത്തോമ പള്ളിയിൽ നടന്നു. പ്രസിഡന്റ് ബിനു ഷാജി തോമസിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. വനിതാ ബോധിനി ചീഫ് എഡിറ്റർ സീന എബ്രഹാം മുഖ്യ സന്ദേശം നൽകി. സേവിയ സംഘം ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ്, ഭദ്രാസന ബസ്കിയാമോസ് ട്രഷറർ ലിസി ജോസഫ്, സെക്രട്ടറി അന്നമ്മ സജേഷ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സുവിശേഷക സേവിക സംഘം നിരണം മാരാമൺ ഭദ്രാസന വാർഷിക പൊതുയോഗം
കൊമ്പാടി ഡോക്ടർ ജോസഫ് മാർത്തോമ ക്യാമ്പ് സെന്ററിൽ നടത്തി. ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരുന്നു. നമ്മുടെ ജീവിതം, നമ്മുടെ ഓരോരുത്തർ ഇടപെടുന്ന രംഗങ്ങൾ, സാമീപ്യം, നമ്മളുടെ സഞ്ചാരങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ലോകം ശ്രദ്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ എല്ലാം കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുവാൻ കൊണ്ടിട്ട് തരുന്നത്. സേവിക സംഘം ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ് ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസന സെക്രട്ടറി സ്നേഹ പ്രഭ തോമസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ അന്നമ്മ തോമസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കലാമത്സരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ മാരാമൺ, ഇരവിപേരൂർ, തിരുവല്ല വെസ്റ്റ് സെന്ററുകൾക്ക് എവർ റോളിംഗ് ട്രോഫിയും വ്യക്തിഗത സമ്മാനങ്ങളും മെത്രാപ്പോലിത്ത വിതരണം ചെയ്തു. ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ ജി എബ്രഹാം പണിക്കർ, വത്സല തോമസ്, റവറൻ ഡാനിയൽ മാത്യു, റവറൻ പ്രകാശ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അസംബ്ലി മണ്ണന്തല JMM സ്റ്റഡി സെന്ററിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി റവറൻ ഷിബു ഒ പ്ലാവിളയിൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ട്രഷറർ ജോൺസൺ എബ്രഹാം വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികൾ അടങ്ങുന്ന 12 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വെരി റവറൻ എബ്രഹാം സാമുവൽ, വെരി റവറൻ KG പോത്തൻ, റവറൻ PM കുരികേശു, റവറൻ ജേക്കബ് ജോൺ എന്നിവർ സംസാരിച്ചു. റവറൻ ജിജി തോമസ് ധ്യാന പ്രസംഗം നടത്തി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെയും കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെയും അച്ചീവർ അവാർഡ് നേടിയ 1.5 വയസ്സുകാരി കിയാര എലിസ ഫ്രെഡി സ്കോട്ട്ലൻഡ് സെന്റ് ആൻഡ്രൂസ് മാർത്തോമ ഇടവകങ്ങളായ കീഴ്വായ്പൂർ, നെയ്തേലിൽ ഫ്രെഡി ജേക്കബിന്റെയും നീതു ആൻസി എബ്രഹാമിന്റെയും മകളാണ് കിയാര. മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വായനയാണ് ലഹരി ക്യാമ്പയിൻ കൊല്ലം ജില്ലയിലെ സ്കൂളുകളിൽ ആരംഭിച്ചു. ജില്ലാതല ഉദ്ഘാടനം കരവാളൂർ AMM ഹൈസ്കൂളിൽ പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ നിർവഹിച്ചു. കാർഡ് ഡയറക്ടർ ഷിബു സാമുവൽ അധ്യക്ഷത വഹിച്ചു. മലയാലപ്പുഴ നവജീവൻ ഡി അഡിക്ഷൻ സെന്റർ കാഹളം മുഴങ്ങട്ടെ നാടകത്തിനും ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക സുജ P. മാത്യു, ജയ G എന്നിവർ പ്രസംഗിച്ചു. അഞ്ചൽ സെന്റ് ജോൺ സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ സ്കൂൾ മാനേജർ ഫാദർ ബോവസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക മേരി പോത്തൻ പ്രസംഗിച്ചു. ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ 100 സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികളും വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും. 2ാം ഘട്ടത്തിൽ കേരളത്തിന് പുറത്തുള്ള കാർഡ് പ്രവർത്തന മേഖലയിലെ സംസ്ഥാനങ്ങളിലും ക്യാമ്പയിൻ വ്യാപിപ്പിക്കും. മാർത്തോമ സഭ മുംബൈ, യൂറോപ്പ്, UK, ആഫ്രിക്ക ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ കെനിയ നെയ്റോബിയിലുള്ള ആംഗ്ലിക്കൻ സഭാ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ നൽകി. മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. വികാരി ജനറൽ വെരി റവറൻ തോമസ് K. ജേക്കബ്, റവറൻ നിഷാദ് ഐസക് ചാണ്ടി, റവറൻ സുബിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMCയുടെ ആഭിമുഖ്യത്തിൽ 3 മാസത്തെ വെസ്റ്റേൺ മ്യൂസിക് കോഴ്സ് ആരംഭിച്ചു. കോഴ്സിന്റെ ഉദ്ഘാടനം വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ നിർവഹിച്ചു. DSMC ഡയറക്ടർ റവറൻ ഉമ്മൻ K. ജേക്കബ്, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ സ്റ്റീഫൻ C. എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ജിജി അലക്സ് തിരുവനന്തപുരം ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. 45 പേർ വിവിധ ഇടവക ഗായക സംഘങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നു. സെപ്റ്റംബർ അവസാന ആഴ്ച സമാപിക്കും. മാർത്തോമ സഭ നോർത്ത് അമേരിക്കൻ ഭദ്രാസന നേതൃത്വത്തിൽ 35ാമത് മാർത്തോമ ഫാമിലി കോൺഫറൻസ് ന്യൂയോർക്കിൽ സമാപിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി. കുടുംബങ്ങൾ വിശുദ്ധ മന്ദിരങ്ങൾ ആകണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. മാതാപിതാക്കൾ ദൈവം നൽകിയ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. First of all, you ask yourself, what I am doing to make sure my younger sons and daughters, married or not, coming along with me, with us in the church service or in any of the church's activities. You must start that question there itself.
അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. ഡോക്ടർ PC മാത്യു, സിബി മാത്യു എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. ടോം ഫിലിപ്പ്, ഡോക്ടർ സൂസൻ തോമസ്, ഡോക്ടർ ഷിബി എബ്രഹാം, ഡോക്ടർ ബെഡ്സി ചാക്കോ, റവറൻ റോബിൻ വർഗീസ്, റവറൻ ജോൺ വിൽസൺ, റവറൻ ബി തോമസ്, റവറൻ ഡെന്നിസ് എബ്രഹാം, റവറൻ ഡോക്ടർ പ്രമോദ് സക്രിയ, തോമസ് ജേക്കബ്, കുര്യൻ തോമസ്, ബെജി ടി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. We have to depend on God, and in our offerings our dependence to God should be involved. Our life should be involved, and at the same time our dependence in a God who is trustworthy and who is faithful to take care of our lives. കോട്ടയം മാർത്തോമ വൈദിക സെമിനാരിയുടെ നേതൃത്വത്തിൽ 20 ആഴ്ച നീളുന്ന ദൈവശാസ്ത്ര സർട്ടിഫിക്കറ്റ് കോഴ്സ് സൂം മീറ്റിൽ ഒരുക്കുന്നു. എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണിക്കാണ് ക്ലാസുകൾ. ഓഗസ്റ്റ് 6 ക്ലാസ് ആരംഭിക്കും. ഓഗസ്റ്റ് 4 മുൻപ് 500 രൂപ രജിസ്റ്റർ ഫീസോടുകൂടി പേരുകൾ രജിസ്റ്റർ ചെയ്യണം. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം നേതൃത്വത്തിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ കേരളത്തിലെ സ്കൂളുകളിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ 1 വർഷം നീളുന്ന ക്യാമ്പയിൻ കാസർഗോഡ് തുടക്കമായി. മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷനും സൺഡേ സ്കൂൾ പ്രസിഡന്റുമായ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പായുടെ അധ്യക്ഷതയിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ കൂട്ടായ പോരാട്ടം ആവശ്യമാണ് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ ഓർമ്മപ്പെടുത്തി. സൺഡേ സ്കൂൾ സമാജം ടീം സ്കിറ്റിന് നേതൃത്വം നൽകി. സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, റവറൻ അനു ഉമ്മൻ, റവറൻ അനീഷ് തോമസ്, TG ജോൺസൺ, മാത്യൂസൺ P തോമസ് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ഷാലോം.